ജർമ്മനി ആദ്യ മത്സരത്തിൽ തന്നെ വരവറിയിച്ചു എന്നുള്ളതാണ്. മറുവശത്ത് കുറസാവ എനിക്ക് തോന്നിയത് ജയേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു വേദിയിലെത്തിയതിൻ്റെ ഒരു സഭാകമ്പം ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ജർമ്മൻ താരങ്ങളെല്ലാം നന്നായി കളിച്ചവരാ. പക്ഷെ എങ്കിൽ പോലും ഈ കുറസാവയുടെ നിരയിലെ ജുനിനോ, ബക്യൂന എല്ലാവരുടെയും മനം ഈ വേൾഡ് കപ്പ് ആദ്യമായിട്ട് ബ്രദേഴ്സ് ഇറങ്ങിയൊരു മാച്ച് ബ്രദേഴ്സ്. പിന്നെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവര് ഏത് ഇപ്പോൾ ഡിഫൻസിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും അവർക്ക് എണ്ണം പറഞ്ഞ താരങ്ങളുണ്ട്. ഇപ്പൊ കൈ ഹവേർട്സ് നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ ഗോളടിച്ച് വരുന്നു. അദ്ദേഹം ആ ഫോം നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിലും കണ്ടത് എന്നുള്ളതാണ്. അദ്ദേഹം 2 ഗോൾ നേടി എന്നുള്ളതാണ്. അപ്പൊ മുസിയാലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ മുസിയാലക്ക് അദ്ദേഹത്തെ സബ് ചെയ്ത ശേഷം വന്ന ഡെന്നിസ് ഉണ്ടാവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആകെ 30 മിനിറ്റാണ് കളിച്ചത്. ആ 30 മിനിറ്റിനിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട്, അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ് ഭീകരമാണ്. മുസിയാലയേക്കാൾ ഭീകരമാണെന്ന് എനിക്ക് തോന്നുന്നത്. 2 അസിസ്റ്റും 1 ഗോളും അദ്ദേഹം സ്വന്തമാക്കി. കഴിഞ്ഞ 7 കളിയിൽ 7 ഗോൾ അടിച്ചിട്ടുണ്ട് വേണ്ടിയിട്ട്. മാത്രമല്ല ഇന്നലെ ക്യുറസാവയുടെ കൗണ്ടർ അറ്റാക്കിങ്ങിന്റെ സമയത്ത് പുള്ളി ഡിഫൻസ് പോയിട്ട് പന്തെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു സ്ട്രെങ്ത് ഉള്ള ടീമാണ് എന്നുള്ളത് ജർമ്മനി തെളിയിച്ചു.